ഒരിക്കൽ നമുക്കൊരു കോൾ വന്നു, സ്റ്റേഷനിലേക്ക് കോൾ വന്നത് ഒരാൾ ട്രെയിൻ തട്ടി കിടക്കുന്നു എന്നാണ് നമുക്ക് അപകട സന്ദേശം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് ക്രൂ ആയിട്ട് സ്പോട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരാൾ പാളത്തിൻ്റെ വെളിയിലായിട്ട് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. അപ്പം അയാൾ മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. ചെന്നെടുക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൈ പൂർണ്ണമായിട്ടും ഈ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ടിട്ട് ചതഞ്ഞു പോയ അവസ്ഥയായിരുന്നു. മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് ആംബുലൻസ് കയറ്റി നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതേ ആംബുലൻസിൽ തന്നെ ക്രൂവുമായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇയാൾ ആ സമയത്ത് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ സ്ട്രക്ചറിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആംബുലൻസിൽ അയാളോടൊപ്പം കൂടെ ഇരിക്കുകയാണ്. ഇയാൾ പെട്ടെന്ന് ഒരു നിലവിലോടുകൂടി ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു. ഈ എഴുന്നേറ്റ സമയത്ത് ഈ വയറിൻ്റെ ഈ ഭാഗത്ത് ഈ കുടലും ഭാഗങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വീഴുന്ന അവസ്ഥയാണ്. അപ്പം നമുക്ക് വേറെ ഗ്ലൗ ഇട്ടിട്ടുണ്ട്, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു തുണി, അതായത് ഒരു തോർത്തതി കിടപ്പുണ്ടായിരുന്നു. ആ തോർത്ത് വെച്ചിട്ട് അയാൾ ഈ കൈയുടെ ഭാഗം ഇങ്ങനെ മുഴുവനായിട്ട് കെട്ടിവെച്ചു. എന്നിട്ട് മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സേഫായിട്ട് അയാളെ അവിടെ എത്തിക്കാനും സാധിച്ചു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് കൈ മൊത്തത്തിൽ പോയി, പക്ഷേ ആൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്.